ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ മൂന്നാമത്തെ രാശിയായ മിഥുനം രാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസത്തിൽ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസം സ്വന്തം കഴിവുകളും പരിശ്രമവും ഉപയോഗിച്ച് മുന്നേറേണ്ട മാസമാണ്. ധനകാര്യത്തിൽ ഗുരുവിൻ്റെ അനുഗ്രഹം വളരെ പ്രധാനപ്പെട്ട പിന്തുണ നൽകുമ്പോൾ, തൊഴിൽ മേഖലയിൽ വക്രശനിയുടെ സ്വാധീനം കാരണം ചില കാര്യങ്ങൾ വൈകാനും പഴയ ഉത്തരവാദിത്തങ്ങൾ വീണ്ടും മുന്നിൽ വരാനുമുള്ള സാധ്യത. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമാന്യ ഫലങ്ങളാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും, തീർച്ചയായും കാണുക. മിഥുനം രാശിയുടെ രാശിയധിപൻ ബുധനാണ്. മകയിരത്തിൻ്റെ 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങൾ അടങ്ങിയ നക്ഷത്രങ്ങളാണ് മിഥുനൻ രാശിയിൽ ഉൾപ്പെടുന്നത്. ഈ മാസത്തെ ഗ്രഹനില നോക്കാം. രാശി അധിപനായ ബുധൻ 3-ാം ഭാവത്തിൽ, ഉച്ചസ്ഥനായ ഗുരു അതായത് വ്യാഴം 2-ാം ഭാവത്തിലും, സൂര്യൻ, കേതു, ബുധൻ 3-ാം ഭാവത്തിൽ, രാഹു 9-ാം ഭാവത്തിലും, വക്രശനി 10-ാം ഭാവത്തിലുമാണ്. ഈ മാസം രാശി പരിവർത്തനം ചെയ്യുന്ന ഗ്രഹങ്ങൾ ശുക്രൻ 3-ാം തീയതിയും, ബുധൻ 7-ാം തീയതിയും, സൂര്യൻ 17-ാം തീയതിയും, ചൊവ്വ 19-ാം തീയതിയുമാണ് ഗ്രഹമാറ്റം ചെയ്യുന്നത്. ഈ മാസം നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ വലിയ ഭയപ്പെടേണ്ട സാഹചര്യം കാണുന്നില്ല. ഈ മാസം നിങ്ങൾക്കൊരു റിക്കവറി പീരീഡ് തന്നെയെന്ന് പറയാം. എങ്കിലും കൂടുതൽ ടെൻഷൻ അടിക്കുക, അതുപോലെ തന്നെ നേർവ് സംബന്ധമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ് എന്നിവ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ജോലിയിലെ സമ്മർദ്ദം കൂടുതൽ ശരീരത്തിലും ക്ഷീണത്തിലും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണക്രമം ക്രമപ്പെടുത്തുക, ആവശ്യത്തിന് ഉറങ്ങുക, ദിവസവും കുറച്ച് സമയം നടക്കാൻ പോവുക എന്നിവ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ മാസം 3-ാം ഭാവത്തിലെ ബുധൻ്റെ സ്വാധീനം പഠനം ചെയ്യുന്ന കുട്ടികൾക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. ഈ മാസം ചിലപ്പോൾ ഒരേ സമയം പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിയാനുള്ള സാധ്യതയുണ്ട്. ഒരു ലക്ഷ്യം നിശ്ചയിച്ച് അതിൽ ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ നല്ല ഫലം നൽകും. ഉയർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് 9-ാം ഭാവത്തിലെ രാഹു കാരണം പുതിയ അവസരങ്ങൾ നേടാനുള്ള താല്പര്യം വർദ്ധിക്കും. എന്നാൽ കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് നല്ല രീതിയിൽ പരിശോധിച്ചതിന് ശേഷം മാത്രം എടുക്കുക. സ്നേഹബന്ധത്തിൽ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 3-ാം ഭാവത്തിലെ ബുധൻ സംസാരത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും. എന്നാലും കേതുവിൻ്റെ സ്വാധീനം കാരണം ചിലപ്പോൾ മനസ്സിലുള്ളത് വ്യക്തമായി പറയാതെ പോകാനും ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുന്നതിനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സംശയങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നതിന് പകരം തുറന്ന് സംസാരിക്കുക. അതുപോലെ തന്നെ ഇതുവരെ സ്നേഹബന്ധം ഇല്ലാത്തവർക്ക് പുതിയ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടിയുണ്ട്. ദാമ്പത്യ ജീവിതം വലിയ പ്രശ്നങ്ങളേക്കാൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കേണ്ട മാസമാണ്. ജോലിയിലെ ടെൻഷൻ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക. പങ്കാളിയുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാൽ ബന്ധങ്ങളിൽ കൂടുതൽ സമാധാനമുണ്ടാവും. കുടുംബ സാമ്പത്തിക കാര്യങ്ങളിൽ ഗുരുവിൻ്റെ അനുഗ്രഹം നല്ല പിന്തുണ തന്നെ നൽകുന്ന മാസമാണ്. നിങ്ങളുടെ ഭാഗ്യം 9-ാം ഭാവത്തിലെ രാഹു കാരണം ഭാഗ്യകാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ചേഞ്ചസ് വരാനുള്ള സാധ്യത. വിദേശ ബന്ധം, ദൂരയാത്ര, പുതിയ ആളുകളുമായുള്ള ബന്ധം, വ്യത്യസ്ത മേഖലയിൽ നിന്നുമുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതിനുള്ള സമയം. പക്ഷേ ഭാഗ്യം മാത്രം പ്രതീക്ഷിച്ച് ഇരിക്കുന്നതിനേക്കാൾ സ്വന്തം പരിശ്രമം ഉപയോഗിച്ചാൽ ഫലം കൂടുതൽ ഉറപ്പാക്കാം. നിങ്ങളുടെ കരിയർ, ജോലി, 10-ാം ഭാവത്തിലെ വക്രശനി തൊഴിൽ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട സ്വാധീനം നൽകും. ജോലിയിൽ കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം വൈകുന്നതായി തോന്നാം. മുമ്പ് ചെയ്ത ജോലികൾ വീണ്ടും പരിശോധിക്കേണ്ട സാഹചര്യങ്ങൾ വരാം. പെൻഡിംഗ് ആയിരുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കേണ്ടി വരാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, കഴിഞ്ഞ 2025 മാർച്ചിന് ശേഷം നിങ്ങളുടെ ജോലിയിൽ, അത് ഓഫീസിലാണെങ്കിലോ വീട്ടിലാണെങ്കിലോ, നിങ്ങളുടെ ജോലി കൂടി കാണും. അതുപോലെ തന്നെ ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കിട്ടിക്കാണും.
എന്താണെന്ന് വെച്ചാൽ 30 വർഷങ്ങൾക്ക് ശേഷമാണ് ശനി നിങ്ങളുടെ 10ാം ഭാവത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളിൽ ഒരു മെച്യൂരിറ്റി ഉണ്ടാകുന്നതിനും നല്ല ഡിസിപ്ലിനോടുകൂടി ജീവിതം നയിക്കുന്നതിനും വേണ്ടിയാണ്. ഇവിടെ ശനി നിങ്ങളെ ഈ കാര്യങ്ങൾ എല്ലാം പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഇതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് വൈകിയെന്ന് തോന്നുകയാണെങ്കിൽ അത് തീർച്ചയായും അങ്ങനെയായിരിക്കും. പക്ഷേ റിസൾട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നിട്ട് ശേഷം മാത്രമേ ശനി ഇവിടെ നിന്നും മാറുകയുള്ളൂ. എന്നാൽ ശനി പൂർണ്ണമായും നിഷേധിക്കുന്ന ഗ്രഹമല്ല. ക്ഷമയോടെയും സ്ഥിരതയോടെയും അതുപോലെ തന്നെ നല്ല സത്യസന്ധതയോടു കൂടിയും പ്രവർത്തിച്ചാൽ കരിയറിൽ ഒരു ഉറച്ച അടിത്തറ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ജോലി അന്വേഷിക്കുന്നവർക്ക് ശ്രമങ്ങൾ തുടരുക. ഒരു അവസരം വൈകിയാൽ മറ്റൊരു വഴി തുറക്കാനുള്ള സാധ്യത ഉണ്ട്. ബിസിനസ് ചെയ്യുന്ന മിഥുനം രാശിക്കാർക്ക് സ്വന്തം പരിശ്രമവും നെറ്റ്വർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. 3ാം ഭാവത്തിലെ ബുധൻ കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിംഗ്, സെയിൽസ്, ഓൺലൈൻ ആക്ടിവിറ്റീസ്, ഡോക്യുമെന്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് സഹായകരമാണ്. പക്ഷേ സൂര്യൻ്റെയും കേതുവിൻ്റെയും സ്വാധീനമുള്ളതിനാൽ ബിസിനസ് പാർട്ട്ണർഷിപ്പിലും പ്രധാനപ്പെട്ട കരാറുകളിലും പെട്ടെന്ന് തീരുമാനമെടുക്കാതിരിക്കുക. എല്ലാ രേഖകളും പരിശോധിച്ചതിന് ശേഷം മാത്രം ഒപ്പിടുക. മിഥുനം രാശിക്കാർക്ക് ഈ മാസം പറയുന്നത് ഭാഗ്യത്തെ കാത്തിരിക്കാതെ പരിശ്രമിക്കുക, വൈകുന്ന കാര്യങ്ങളിൽ ക്ഷമ പാലിക്കുക എന്നതാണ്. ഗുരു സാമ്പത്തികമായും കുടുംബപരമായും ഒരു നല്ല സംരക്ഷണം നൽകുമ്പോൾ വക്രശനി നിങ്ങളുടെ കരിയറിൽ പേഷ്യൻസ്, ഡിസിപ്ലിൻ, റെസ്പോൺസിബിലിറ്റി ആവശ്യപ്പെടുന്നു. ബുധൻ്റെ ശക്തി ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്ക്, ലേണിംഗ്, ബിസിനസ് സ്കിൽസ് എന്നിവ മെച്ചപ്പെടാൻ ശ്രമിക്കും. സെപ്റ്റംബർ മാസം ഉടൻ വലിയ മാറ്റം കാണുന്നതിനേക്കാൾ ഭാവിയിലെ സ്ഥിരതയിലേക്കുള്ള ഒരു അടിത്തറ പാങ്ങുന്ന മാസമായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ മിഥുനം രാശിക്കാരെ ഈ മാസത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷമയും ശരിയായ തീരുമാനങ്ങളുമാണ്. നല്ല കാര്യങ്ങൾ വൈകിയാലും നഷ്ടപ്പെടണമെന്നില്ല. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ: രാവിലെ ശുദ്ധിയായതിനു ശേഷം ഓം നമഃശിവായ മന്ത്രം 108 തവണ നിങ്ങൾക്ക് ഡെയിലി ജപിക്കാവുന്നതാണ്. ഹനുമാൻ ചാലീസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഡെയിലി ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും 2 ദിവസമെങ്കിലും നിങ്ങൾ പാരായണം ചെയ്യുക. സൂര്യദേവന് ജല അർപ്പണം ഉദിച്ചു വരുന്ന സമയത്തോ 1 മണിക്കൂർ അകമോ കുറച്ച് വെള്ളത്തിൽ 1 നുള്ളു കുങ്കുമം, 1 നുള്ളു അരി, 1 ചുവന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യാവുന്നതാണ്. പക്ഷി മൃഗാദികളെ സ്നേഹിക്കുക. അവർക്ക് വേണ്ടി നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചെലവഴിക്കുക. മനസ്സാ വാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക. വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത്. നാമജപം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നാമം നിങ്ങൾക്ക് ഈ കലിയുഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഒരു നാമജപം, ഏതെങ്കിലും ഒരു നാമം നിങ്ങളുടെ നാവിൽ ഏത് സമയം ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരികൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു. जय राधे कृष्ण, जय श्री राधे कृष्ण, प्रेम की बंसी बजती जाए, जीवन राधे कृष्ण हो जाए। जिसने वेश को त्याग दिया, हर प्राणी में प्रेम लिया, करुणा की जो राह चले, वो ही कृष्ण की बात कहे।